ഓം നമഃശിവായ. കുറച്ച് കാലത്തിന് ശേഷമാണ് ജ്യോതിഷ സംബന്ധമായ ഒരു വിഷയവുമായിട്ട് നമ്മുടെ അമൃതജ്യോതി ചാനലിൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ജ്യോതിഷ സംബന്ധമായിട്ട് ഉള്ള കാര്യത്തിൽ മഹാദശകളെക്കുറിച്ച് പറയാം. ഒരുപാട് ദശാകാലങ്ങളെ കണക്കുണ്ട്. അപ്പോൾ ഇതിൽ ഇന്ന് പറയാൻ പോകുന്ന ദശാകാലം വിംശോത്തരി ദശ എന്നാണ് പറയാം. വിംശോത്തരി ദശ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ ആയുസ് 120 വയസ്സ് വരെ എന്ന് കണക്കാക്കിയിട്ട് അതിനെ 9 ഗ്രഹങ്ങൾക്കായിട്ട് ഭാഗിച്ചു വെച്ചിട്ടുണ്ട്, ഓരോ ഗ്രഹത്തിനും. അപ്പം നമ്മൾ ജാതകം ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ജന്മതാരാധിപ ഗർഭശിഷ്ട ദശ എന്നൊക്കെ എഴുതി കാണാം. എന്നിട്ട് ഇത്ര വർഷം, ഇത്ര മാസം, ഇത്ര ദിവസം എന്നൊക്കെ എഴുതി കാണാം. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ സംഭവം, ഒന്നും പിടികിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ ആ സമയം മുതൽ ഗർഭശിഷ്ട ദശ മുതലുള്ള കാലങ്ങളാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ വിശദമായിട്ട് പിന്നെ പഠിക്കാം. ആദ്യം ഈ ദശാകാലം വിംശോത്തരി ദശ എന്താണ് എന്ന് മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കിയുള്ള ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ, ഈ കല്യാണത്തിന് വിവാഹപ്പൊരുത്തൊക്കെ നോക്കുമ്പോൾ ദശാസന്ധി, ചില നാട്ടിലേക്ക് കൂട്ടുദശ എന്നൊക്കെ പറയും. അത് നമ്മൾ വിചാരിക്കും ഇതൊരു വലിയ സംഭവമാണല്ലോ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ഇത്രയൊക്കെ ഉള്ളായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പോൾ ദശാകാലങ്ങൾ കണക്ക് കൂട്ടിയിട്ട് രണ്ട് ജാതകത്തിലും ഒരേ കാലത്ത് ദശാസന്ധി വരുന്നുണ്ടെങ്കിലാണ് പ്രശ്നങ്ങൾ പറയാം. അപ്പം ദശാനാഥൻ ആരാണെന്ന് കൂടി നോക്കിയിട്ട് അതൊക്കെ ദോഷമാണോ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഇപ്പോൾ പലരും ചെയ്യാറില്ല. അതൊക്കെ തന്നെയാണ് ഈ ജാതകം നോക്കുന്നതിൻ്റെ പ്രശ്നവും. അനാവശ്യമായിട്ടുള്ളൊരു കാര്യം എങ്ങനെയൊക്കെയോ വന്നു ചേർന്ന ഒരു ആചാരം അത് വെച്ചിട്ട് അതൊരു വലിയ പ്രശ്നമാക്കി വെച്ചിട്ട് വിവാഹം മുടങ്ങി നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്. വളരെ സങ്കടമാണ്. വെറും ഒരു വിശ്വാസത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ജീവിതം നശിച്ചു പോവുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ ഒന്ന് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട്, പൊതുവേ പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജ്യോതിഷത്തിൻ്റെ ഓരോ ടോപ്പിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് വിംശോത്തരി ദശ 120 വയസ്സ് എങ്ങനെയാണ് ഭാഗിച്ചിരിക്കുന്നത്. അപ്പം സൂര്യന് 6 വർഷം, ചന്ദ്രന് 10 വർഷം, ചൊവ്വയ്ക്ക് 7 വർഷം. ചൊവ്വ കഴിഞ്ഞാൽ പിന്നെ രാഹുവാണ്. രാഹുവിന് 18 വർഷം. രാഹു കഴിഞ്ഞാൽ ഗുരുവിന് 16 വർഷം. ഗുരു കഴിഞ്ഞാൽ പിന്നെ ശനിയാണ്. ശനി ദശ വരും. അത് 19 വർഷമാണ് ശനി ദശ വരുന്നത്. ശനി കഴിഞ്ഞാൽ പിന്നെ ബുധൻ 17 വർഷം. ബുധന് ശേഷം കേതു 7 വർഷം. കേതുവിന് ശേഷം ശുക്രൻ 20 വർഷം. ഇങ്ങനെയാണ് ക്രമം. അതായത് സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, രാഹു, ഗുരു, ശനി, ബുധൻ, കേതു, ശുക്രൻ. ഇതാണ് ഗ്രഹങ്ങളുടെ സീക്വൻസ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഓരോന്നിനും ഓരോ ഇങ്ങനെ 6 വർഷം, 10 വർഷം, ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞതുപോലുള്ള കണക്ക്. പക്ഷേ ഈ കണക്ക് എവിടുന്ന് തുടങ്ങണം, അവിടെയാണ് പ്രശ്നം. അത് നമ്മളുടെ ജന്മനക്ഷത്രത്തിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മളിപ്പോൾ ജനിക്കുമ്പോൾ ഏത് നക്ഷത്രമാണോ ആ നക്ഷത്രത്തിൻ്റെ അധിപനാണ് ആ സമയത്ത് ദശാനാഥൻ ഉണ്ടാവുക, ജനിക്കുന്ന സമയത്ത്. ഉദാഹരണത്തിന് ഇപ്പം അശ്വതിയാണ് നക്ഷത്രം, ജന്മനക്ഷത്രമെങ്കിൽ ആ കുട്ടി ജനിക്കുന്നത് അശ്വതി നക്ഷത്രത്തിൽ കേതുദശ ആയിരിക്കും. കേതുദശയിലാണ് ആ കുട്ടി ജനിക്കുക. അപ്പോൾ കേതുദശ എത്ര ബാക്കിയുണ്ട് എന്ന് നോക്കും. അതായത് കുട്ടി ജനിക്കുമ്പോൾ അശ്വതി നക്ഷത്രം തുടങ്ങി എത്ര സമയം കഴിഞ്ഞു, ഇനി അശ്വതി നക്ഷത്രം കഴിയാൻ എത്ര സമയം ഉണ്ട്, ബാക്കിയുണ്ട്. ശിഷ്ടകാലം, അത്രയും കാലത്തിന് നമ്മൾ ശിഷ്ടദശ എന്ന് പറയും. അപ്പോൾ കേതു ശിഷ്ടദശ ഇത്ര വർഷം. അപ്പോൾ ഉദാഹരണത്തിന് കേതു ശിഷ്ടദശ 5 വർഷം 3 മാസം 7 ദിവസം എന്നാണ് കാണുന്നതെങ്കിൽ ഈ കുട്ടി ജനിച്ചിട്ട് 5 വർഷം 3 മാസം 7 ദിവസം വരെ കേതുവിൻ്റെ ശിഷ്ടകാലമാണ്. പിന്നെ കേതു കഴിഞ്ഞാൽ നെക്സ്റ്റ് ശുക്രനാണ്. ശുക്രൻ്റെ 20 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ്റെ 6 വർഷം. ഇതിങ്ങനെ പോകും. ഈ സീക്വൻസ് തന്നെ ഫോളോ ചെയ്തിട്ട് പോകും. ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നത് ചോതി നക്ഷത്രത്തിലാണെങ്കിൽ ചോതിയുടെ അധിപൻ രാഹുവാണ്. അപ്പോൾ രാഹു ശിഷ്ടദശ എന്ന് എഴുതും. ചിലവർ ഗർഭശിഷ്ടം എന്ന് എഴുതും. എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന സമയത്ത് ഇനി ഇത്രയും ബാക്കിയുണ്ട് രാഹു തീരാൻ വേണ്ടിയിട്ട്, അതായത് ചോതി നക്ഷത്രം കഴിയാൻ വേണ്ടിയിട്ട്. ചിലവർ ജന്മതാരാധിപ ശിഷ്ടദശ എന്ന് എഴുതും. എന്ന് പറഞ്ഞാൽ ജന്മനക്ഷത്രത്തിൻ്റെ അധിപൻ്റെ ശിഷ്ടദശാകാലം. ഇത്രയാണ് അതിൻ്റെ. പക്ഷേ ഈ സംസ്കൃതത്തിലെ വാക്കൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വലിയ സംഭവമാണല്ലോ. ഒന്നുമില്ല. അതിൻ്റെ മലയാളത്തിലർത്ഥം ജന്മനക്ഷത്രത്തിൻ്റെ അധിപനായിരിക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാകാലം ഇത്ര ബാക്കിയുണ്ട് എന്നാണ്. ഇപ്പോൾ രാഹു വരുന്നത് 18 വർഷത്തേക്കാണ്. പക്ഷേ ഈ കുട്ടി ജനിക്കുന്നത് ഏറെക്കുറെ ചോതി നക്ഷത്രം കഴിയുന്ന സമയത്താണെന്ന് വിചാരിക്കുക.
അപ്പോൾ ഏതാനും ദിവസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ 0-0-25 എന്ന് കാണും. എന്ന് പറഞ്ഞാൽ 25 ദിവസമേ രാഹുദശയുള്ളൂ ആ കുട്ടി ജനിക്കുമ്പോൾ. 25 ദിവസം, ആ കുട്ടിക്ക് 25 ദിവസം പ്രായമാകുമ്പോൾ അടുത്ത ദശാകാലം. രാഹു കഴിഞ്ഞാൽ ഗുരു, 16 വർഷത്തേക്ക് പിന്നെ ഗുരുവാണ്. പിന്നെ 16 വർഷം കഴിഞ്ഞ് ആദ്യത്തെ 25 ദിവസം, 16 വർഷം 25 ദിവസം കഴിയുമ്പോൾ ഗുരു കഴിഞ്ഞിട്ടുള്ള അടുത്ത ദശ, ശനി ദശ തുടങ്ങും. ഇങ്ങനെയാണ് ദശാകാലങ്ങൾ കണക്ക് കൂട്ടുക. അപ്പോൾ ഇങ്ങനെ കണക്ക് കൂട്ടി വരുന്ന സമയത്ത് ദശകൾ തമ്മിൽ മാറി വരുന്ന ആ ഡേറ്റ്, അതിനാണ് ദശാസന്ധി എന്ന് പറയാം. ഒരു ദശ, ഇപ്പോൾ ഗുരുദശ കഴിഞ്ഞ് ശനിദശ തുടങ്ങുന്ന കാലം. ഈ ഒരു 6 മാസത്തെ സമയത്തേക്ക് ഏറെക്കുറെ ആൾക്കാർ പൊതുവെ ഏത് ജാതകത്തിലാണെങ്കിലും ലേശം കൺഫ്യൂസ്ഡ് ആയിരിക്കും. ജ്യോതിഷത്തിലുള്ള അവരുടെ ഒരു നിരീക്ഷണത്തിൽ കൂടെ അവർ കണ്ടെത്തിയതാണ്. പൊതുവെ ആൾക്കാർ ലേശം കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ അവരോട് സാധാരണ രീതിയിൽ എന്ത് പറയും, നിങ്ങൾ മേജർ ഡിസിഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ദശാസന്ധി കാലത്ത് വളരെ സൂക്ഷിച്ചിട്ട് എടുക്കാവൂ. കാരണം കുറച്ച് മനസ്സ് ചഞ്ചലമാവുന്നൊരു സമയമാണ്. ഇത്രയും ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഇനി വരുന്ന ദശാനാഥൻ ജാതകപ്രകാരം ദോഷകാലങ്ങളെ സൂചിപ്പിക്കുന്ന ദശാനാഥനാണെങ്കിൽ അതിനു വേണ്ട പരിഹാരം ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇങ്ങനെ സിമ്പിളാണ് കാര്യം. അപ്പം ഇത് കേട്ടിട്ട് ഇനിയിപ്പം നിങ്ങൾക്ക് മോശമാണ്, ആയുസ് കുറവാണ് എന്നൊന്നും കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ദശാസന്ധി എന്ന് പറയുന്നത് ഈ ദശാനാഥന്മാർ മാറി വരുന്ന ഒരു കാലം മാത്രമാണ്. ദശ എന്ന് പറയുന്നത് ജന്മനക്ഷത്രത്തിൻ്റെ അധിപനെ നോക്കിയിട്ടാണ് ദശാകാലം തീരുമാനിക്കുക. അപ്പോൾ അതിൽ ഓവർലാപ്പിംഗ് വരുന്ന സമയത്ത് ദശാസന്ധി എന്ന് പറയുന്നു. ദോഷകാലങ്ങളാണെങ്കിൽ പരിഹാരം ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇങ്ങനെ 120 വയസ്സ് വരെ കാണുന്ന കാലത്തിനെ വിംശോത്തരി ദശ എന്ന് പറയും. ധാരാളം ദശാകണക്കുകളുണ്ട്. കാലചക്രദശ എന്ന് പറഞ്ഞിട്ടുണ്ട്, യോഗിനി ദശകളുണ്ട്, മംഗളദശകളുണ്ട്, ഇങ്ങനെ. അപ്പോൾ ഇതിൽ ഏത് ദശയാണ് ദശാസന്ധിക്ക് കണക്ക് കൂട്ടേണ്ടതെന്ന് പറഞ്ഞിട്ടില്ല. കേരളത്തിൽ പിന്നെ ഈ വിംശോത്തരി ദശയാണ് പൊതുവെ എല്ലാവരും നോക്കുന്നത്. അതുകൊണ്ട് വിംശോത്തരി ദശാപ്രകാരമുള്ള കണക്കാണ് നോക്കുന്നത്. ഈ ദശാസന്ധി കാലം മറ്റു ദശകളെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ദശാസന്ധി ആവണം എന്നില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ ഗുരുദശ മാറി ശനിദശ വരികയാണെന്ന് വിചാരിക്കുക. ദശാസന്ധി കാലമാണ് വിംശോത്തരി എങ്കിൽ കാലചക്രദശയിൽ അത് ചിലപ്പോൾ ദശാസന്ധി ആയിരിക്കില്ല, നല്ല സമയമായിരിക്കും. ഇവിടെയൊക്കെ കൺഫ്യൂഷൻ ഉണ്ട് ഒരുപാട്. ഇത്രയും ഞാൻ പറയാൻ കാരണം ഈ ദശാസന്ധി എന്ന് കേട്ടിട്ട് പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടാണ്. ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ല. അത് നമ്മുടെ അനുഭവങ്ങളൊന്ന് മാറി വരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു സാങ്കേതിക പദം മാത്രമാണ് ദശാസന്ധി. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം. ഓം നമഃ ശിവായ.